നമസ്കാരം. വിഷുഫലത്തിൽ മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു വിഷുഫലത്തിൽ മകം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ, നമ്മൾ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ജാതകത്തിലെ ദശാപഹാരം മനസ്സിലാക്കുകയും ഇപ്പോൾ രാശി മാറുന്ന വ്യാഴം, ശനി, രാഹു, കേതു ഈ മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ നീചത്തിലാണോ ഉച്ചത്തിലാണോ ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും മുൻകരുതലുകളും എടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരികയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ഇനി ജാതകഫലം നിങ്ങൾക്കറിയുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു നെഗറ്റീവായ അനുഭവങ്ങൾ അതിനൊരു ചെറിയൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ മകം നക്ഷത്രക്കാർ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന വിജയം ഈ ഒരു വർഷം നേടിയെടുക്കുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി ധാരാളം ധനം ചിലവാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം ഈശ്വര പ്രാർത്ഥനയും വളരെ അത്യാവശ്യം തന്നെയാണ്. ക്ഷമയും സഹനശക്തിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഉന്നത വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കാണുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ കർഷകനാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ ലാഭമുണ്ടാകും. ഇതിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹായിക്കുവാൻ മനസ്സിലുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുകയും അങ്ങനെയുള്ള സഹായത്തിലൂടെ മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. സൽ ചിന്തയിലൂടെയും സൽ സ്വഭാവങ്ങളിലൂടെയും നിങ്ങളുടെ പേരും പ്രശസ്തിയും അംഗീകാരവും കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. കുടുംബത്തിനുള്ളിലുണ്ടാകുന്ന നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാനും സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാൻ വേണ്ടി അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഗ്രഹനിർമ്മാണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്രഹം മാറി താമസിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ അതിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. പണമിടപാടുകൾ വളരെ കൃത്യത പാലിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു വിഷയവും ഉണ്ടാകുകയില്ല. ഏത് മേഖലയിൽ പോയാലും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ പരിചയക്കാരും മൂലം നിങ്ങൾക്ക് ആ മേഖലയിൽ വളരെ നിസ്സാരമായി എല്ലാവരുമായി സഹകരിക്കുവാനും അവിടെ നിങ്ങളുടെ ഇഷ്ടം
പിടിച്ചു പറ്റുവാനും സന്തോഷകരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും സാധിക്കും. അകന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഒരുമിക്കുവാനും സന്തോഷകരമായ ജീവിതം കൊണ്ടുപോകുവാനും സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ആരെങ്കിലും ഈ മകനക്ഷത്രത്തിലുള്ളവർ പിരിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ് രംഗങ്ങളിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുവാനും അല്ലെങ്കിൽ ആ മേഖലയിൽ സ്ഥലം മാറ്റം ലഭിക്കുവാനും സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യം തൃപ്തികരം അല്ല. പുതുതായിട്ടുള്ള അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ പഴയ രോഗങ്ങൾ കൂടുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരുന്നത് നിങ്ങൾക്ക് തന്നെ നേരിൽ കാണുവാൻ സാധിക്കും. ദൂരയാത്രകൾ കൊണ്ട് മാനസികപരമായിട്ട് ഒരുപാട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു വർഷം തന്നെയാണ്. പ്രണയബന്ധങ്ങൾ സഫലീകരിക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. പ്രണയിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രണയം സാക്ഷാത്കരിക്കുവാനും അല്ലെങ്കിൽ ആ പ്രണയബന്ധം വീണ്ടും സ്നേഹത്തിലാവുവാനും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ പ്രണയവും ഇതെല്ലാം സക്സസ് ആകുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുകയും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ധനം അനാവശ്യമായി ചിലവായിക്കൊണ്ടേയിരിക്കും. കുടുംബസുഖം, ബന്ധുഗുണം എന്നിവ വർദ്ധിക്കും. അതിനോടൊപ്പം ചിലവുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അകന്നു നിന്ന ബന്ധുക്കളും നിങ്ങളെ തേടി വരികയും നിങ്ങളുടെ ആ ഒരു പിണക്കങ്ങൾ മാറി സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. പഠന നിലവാരം ഉയരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷവും കൂടി തന്നെയാണ് ഈ വരുന്നത്. ബന്ധുജനങ്ങളുടെ സഹായം മൂലം പുതിയ ബിസിനസ് ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ വഴിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിജയിക്കും. വാഹനം, ബിസിനസ്, ജോലി ഈ കാര്യങ്ങളിലെല്ലാം നേട്ടമുണ്ടാകും. അതായത് വാഹനം എടുക്കുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നേടാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ കമ്പനികൾ മാറി മറ്റൊരു കമ്പനിയിലോട്ട് പോവുകയും ഉയർന്ന ജോലി ചെയ്യുവാനും സാധിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടം വരുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ സന്താനങ്ങളുടെ ആ ഒരു സൽസ്വഭാവവും ഗുണവും കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരികയും സന്തോഷം വരികയും സന്തോഷത്തോടു കൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പൂർവ ജന്മസുഹൃതം, അതായത് പൂർവികരുടെ അനുഗ്രഹത്താലും നമ്മളുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടും നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനും അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം മുരുകസ്വാമി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുകയും അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം പോയി ദർശനം നടത്തി പുഷ്പാഞ്ജലി അർപ്പിച്ച് ഭഗവാനെ നമ്മളുടെ യഥാശക്തി വഴിപാടുകൾ, അതായത് നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുകയും വഴിപാട് അർപ്പിക്കുകയും അഭിഷേകങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ വളരെ കൂടുതലായി ജീവിതത്തിൽ എത്തിച്ചേരുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. വിഷുഫലത്തിൽ പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ പറയുന്ന ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് ഈ ഒരു വർഷം. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം നിങ്ങളുടെ ജാതകത്തിലെ
ഗുണഫലങ്ങൾ, അതായത് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിലെ ഭാഗ്യാനുഭവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ തന്നെ ഗ്രഹങ്ങൾ ഉച്ചത്തിലോ നീചത്തിലോ നിൽക്കുന്നു എന്നതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധിക്കുകയുള്ളൂ, അതായത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജാതകം ഒന്ന് പരിശോധിക്കുക, അതിൻ്റെ പരിഹാരങ്ങളും കൂടി ഒന്ന് ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരും. പലരും പറയാറുണ്ട്, എനിക്ക് ഈ പറയുന്നതൊന്നും അനുഭവത്തിൽ വരുന്നില്ല, ഇത് വെറുതെ പറയുന്നതാണോ? തീർച്ചയായിട്ടും അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. നമ്മുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജാതകം പരിശോധിച്ചിട്ട് ചെറിയ പരിഹാരങ്ങളാണെങ്കിൽ അതും ചെയ്തു പോയി കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വസ്തു കച്ചവടമാകുന്നില്ല, വിദ്യാഭ്യാസത്തിൽ പരാജയം സംഭവിക്കുന്നു, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം എല്ലാ മാസവും അമ്പലത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വിഷമം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്, ഒരു ചെറിയൊരു വാക്കിൽ, ജോലിയാണെന്നുണ്ടെങ്കിൽ ജോലി, വിവാഹമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഒന്ന് ചെറുതായി രേഖപ്പെടുത്തുക. ആ പേരും നക്ഷത്രവും വിവരവും അനുസരിച്ച് നമ്മളുടെ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യും. ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഒരുപാട് പണം മുടക്കി നിങ്ങൾ ചെയ്യുന്ന പരിഹാരം ചെയ്യുന്നതിനേക്കാളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം അതിൽ നിന്നുണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് മേഖലയിൽ ഇറങ്ങി പ്രവർത്തിച്ചാലും നിങ്ങളിൽ നിന്നും അനുഭവ സമ്പത്തുള്ളവരോടുകൂടി അത് ആലോചിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. കാരണം ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ ജീവിതത്തിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ആ പരാജയം വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെക്കാളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ നിന്നും അവരുടെ ആ ഒരു അനുഭവം നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക്, സ്വന്തമായിട്ട് ബിസിനസ്, ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുവാൻ ഈ ഒരു വർഷം സാധിക്കും. വസ്തു വാങ്ങുവാൻ സാധിക്കും. വീട് പണി ചെയ്യുവാൻ സാധിക്കും. വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വീടിന് മെയിൻ്റനൻസ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗൃഹസംബന്ധമായിട്ടും വസ്തു സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ദാമ്പത്തിക ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും എന്നാൽ അത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷം തന്നെയാണ്. ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പരാജയം സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം കുറയുകയും ദൈവാനുഗ്രഹം കുറയുന്നതും കൊണ്ടാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ലാഭം വളരെ കുറവായിരിക്കും. ഒരുപാട് കഠിനാധ്വാനം ചെയ്താലും പ്രതീക്ഷിക്കുന്ന ലാഭം നിങ്ങൾക്ക് വരുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അതിന് കൃത്യമായി ചെയ്താൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും, അംഗീകാരങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ അഡ്മിഷൻ കിട്ടും, സന്തോഷകരമായി പഠിക്കുവാൻ സാധിക്കും, വിദേശങ്ങളിൽ പോയി പഠിക്കുവാൻ സാധിക്കും. അതായത് ജോലി ശ്രമിക്കുന്നവർക്ക്, PSC പോലുള്ള എക്സാം എഴുതുന്നവർക്ക് പരീക്ഷ വളരെ എളുപ്പമാകുകയും ലിസ്റ്റിൽ പേര് വരുവാനെല്ലാം സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആത്മാർത്ഥത കുറച്ചും കൂടി കാണിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കും അപ്പുറം നല്ലൊരു വിജയമുണ്ടാകും. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിജയം ഉറപ്പാക്കും എന്നുള്ള പദ്ധതികൾ നിങ്ങൾ
പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എനിക്കത് ലഭിക്കും, നേടുമെന്ന്. ബിസിനസ് രംഗത്തും അല്ലെങ്കിൽ നിങ്ങളൊരു കായിക രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ വിജയം എന്ന് പ്രതീക്ഷിക്കുന്ന മേഖലയിലായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിക്കുന്നത്. നിങ്ങൾ അവസാന ഘട്ടങ്ങളിൽ ചിലപ്പോൾ പരാജയം വരാൻ സാധിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക, മുന്നോട്ട് പോകുക. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും അവിടെ വിജയിക്കുന്നത്, നിങ്ങൾ പരാജയപ്പെടുന്നത്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. ജോലി സംബന്ധമായ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കുകയായിരിക്കും, എന്നാൽ നമുക്ക് കിട്ടില്ല, കൂടെ നിൽക്കുന്ന ആളായിരിക്കും കയറിപ്പോകുന്നത്. സൂക്ഷിക്കുക. ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ ഉള്ളത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെ അതിജീവിക്കുകയും അതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നിരാശപ്പെടുവാൻ സാധ്യതയുണ്ട്, ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ സീരിയസായി എടുക്കാതെ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ലക്ഷ്യങ്ങളിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രണയം തകർന്നു അല്ലെങ്കിൽ പരാജയം സംഭവിച്ചു എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ മറ്റുള്ള ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ തേടിയെടുക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കോപം നിയന്ത്രിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുള്ളൂ. പെട്ടെന്നുള്ള കോപം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുത്തി തീർക്കുക തന്നെ ചെയ്യും. വിദേശ നാടുകളിൽ നിന്നും തിരിച്ച് നാട്ടിലോട്ട് വരുവാനും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും തിരിച്ച് വിദേശ നാട്ടിലോട്ട് പോകുവാനും എല്ലാം സാധിക്കുന്ന വർഷം തന്നെയാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ഈ ഒരു നാളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. രോഗാവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നവർക്കും ഒരാശ്വാസം ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഭക്ഷണങ്ങളിൽ നിന്നും അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുക, ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് നല്ല വൃത്തിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്നും അസുഖങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നോ, കാരണം വളർത്തുമൃഗങ്ങളെന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് അതിലൂടെയായിരുന്നു നമ്മൾ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വളർത്തുന്ന മൃഗങ്ങൾ, വീട്ടിലിപ്പോൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന 2 വീലർ പോലുള്ള വാഹനങ്ങളിൽ നിന്നോ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സഹായ വാഗ്ദാനം നൽകിയ സുഹൃത്തുക്കൾ അവസാന ഘട്ടം പിന്മാറുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതും വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് സഹായിക്കാം, ഞാനുണ്ട്, ധൈര്യമായിട്ടിരുന്നുള്ളൂ, സാമ്പത്തികമല്ലേ നിസ്സാരമാണ്, ഞാനത് നൽകിക്കോളാം എന്ന് കരുതി കാത്തിരിക്കുകയും സമയമാകുമ്പോൾ എനിക്കത് നടന്നില്ല എന്ന് കരുതി നിസ്സാരമായി പിന്മാറുകയും ചെയ്യും. വളരെയധികം സൂക്ഷിക്കുക. പുതിയ ആഭരണങ്ങൾ, വാഹനം ഇതെല്ലാം വാങ്ങുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഏറ്റെടുത്ത പ്രവൃത്തികളിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് മാത്രം കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിച്ച് നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലെ വിലപ്പെട്ട രേഖകൾ, നിങ്ങളുടെ വിലപ്പെട്ട ഓർണമെൻറ്റ്സ്, വീടിൻ്റെ ആധാരം പോലുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രേഖകൾ, നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പണം, ഇവ മോഷണം പോകുവാനോ കളഞ്ഞു പോകുവാനോ പല സ്ഥലങ്ങളിൽ വെച്ച് മറന്നു പോകുവാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ വേണ്ടി. മനസ്സിന് ദുഃഖം വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നും മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യം ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. വിവാഹപരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെറിയ തടസ്സമാണ് കൂടുതലായി കാണുന്നത്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ കാര്യവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കാരണം നമ്മൾ എടുത്തു ചാടി നടത്താൻ വേണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ പരാജയം വരികയും ഒരുപാട് മാനസിക ദുഃഖം വരികാനും സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ വീട്ടിൽ നിന്നുള്ള ധനസഹായം നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകും. അതായത് നിങ്ങൾ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും അവരുടെ വീട്ടുകാരിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായി കാണുന്നുണ്ട്. സന്തോഷകരമായുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി കോപം നിയന്ത്രിക്കുക. എന്നാൽ മാത്രമേ ബിസിനസ്, ജോലി, കുടുംബജീവിതം ഇവിടെയെല്ലാം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സമയം നമുക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി
മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വിഷുഫലത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയ്ക്കും ഗുണപരമായി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും അതിലുള്ള ദശാപഹാരങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം വ്യാഴം രാശി മാറുന്നു, ശനി രാശി മാറുന്നു, അതോടൊപ്പം രാഹു കേതുക്കൾ രാശി മാറുന്നു. അങ്ങനെ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഉച്ചനീച അവസ്ഥകളും മനസ്സിലാക്കി അത് വ്യക്തമായി പരിശോധിച്ച് അതിൻ്റെ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷ അനുഭവങ്ങൾ, നിങ്ങൾ അമ്പലത്തിൽ പൂജ വഴിപാടുകൾ നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക്, വിവാഹ സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, ഇതിനു വേണ്ടി വഴിപാടുകളൊക്കെ നടത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ പേരും നാളും വിഷയവും എന്താണെന്ന് എഴുതി അയയ്ക്കുക. എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിഷുഫലത്തിൽ ഉത്രം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനങ്ങൾ കൂടുതലായി നടത്തുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ ഇവർക്ക് സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് ആദായങ്ങൾ ലഭിക്കുകയും അതിൽ നേട്ടമുണ്ടാകുകയും നിങ്ങൾക്ക് തരും എന്നുള്ളൊരു വാഗ്ദാനം നൽകി ഇതെല്ലാം ചെയ്യുന്നു. പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം തന്നെയായിരിക്കും. ഇടയ്ക്കിടെ ചെറിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായി പരിശോധിക്കുകയും അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ബിസിനസ്സിൽ മികച്ച നേട്ടം നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടുതലും ഈ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ചെറുകിട വ്യവസായം ചെയ്യുന്ന വ്യക്തികൾ, കർഷകർ എന്നിവർക്ക് എല്ലാവർക്കും നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്, അതായത് വാഹന സംബന്ധമായ ബിസിനസ്, അതിൽ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഡ്രൈവർമാർ, അതിൽ മെക്കാനിക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, ഇവർക്ക് എല്ലാവർക്കും നിത്യവും ജോലി ഉണ്ടാകുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. തൊഴിൽപരമായി സ്ഥലം മാറ്റം ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഗ്രഹത്തിനുള്ളിൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കുവാനും സന്തോഷവും സമാധാനപരമായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും. കാരണം ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ എടുത്തുചാട്ടം മൂലവും സംസാരം മൂലവും പലതരം പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ഒരു മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ശാന്തമായി നിങ്ങളുടെ ആ ഒരു സമീപനം മൂലം, ശാന്തമായ സമാധാനപരമായ പെരുമാറ്റം മൂലം കുടുംബത്തിനുള്ളിൽ നല്ലൊരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകും, അവർക്ക് അവസരങ്ങൾ ലഭിക്കും. കൂടാതെ അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ അവരുടെ ആ പ്രോഗ്രാം ചെയ്യുവാനും അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനും ഇതിൽ നിന്ന് ധനലാഭവും നേട്ടവും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആ ഒരു കർമ്മങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുകയും അതിൽ കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾ. ബന്ധുജനങ്ങൾക്കിടയിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വളരെ പക്വതയോടുകൂടി തന്നെ നിങ്ങൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു അംഗീകാരവും അതുമാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് അഭിപ്രായം ഉണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അധികാരികളിൽ നിന്നും അനുകൂലമായ മനോഭാവത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദാമ്പത്തിക ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ
മാറിക്കിട്ടുകയും സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് തുടങ്ങുവാനും അതിൽ നേട്ടങ്ങൾ വരുവാനും സാധ്യത കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി ലഭിക്കാതെ ഇരുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ഈശ്വര വിശ്വാസം കൈവെടിയാതെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പോലും, ആ വ്യക്തികളെ പോലും നിങ്ങളുടെ അഭിപ്രായത്തിൽ മാറ്റി, അതായത് അവരുടെ ശാന്തമാക്കുകയും ആ പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതാക്കുവാനും കഴിവ് നിങ്ങൾക്കുണ്ട്. പറഞ്ഞു വന്നാൽ നിങ്ങളിപ്പോൾ ഒരു 25 വയസ്സായ വ്യക്തിയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം വരെ നിങ്ങൾക്ക് പറഞ്ഞ് പരിഹരിക്കുവാനും ആ കുടുംബത്തിൽ ശാന്ത അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികപരമായി ചെറിയൊരു വീഴ്ച വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. എന്തെല്ലാം നേട്ടങ്ങളും ഗുണപരമായ അനുഭവങ്ങളും വന്നാലും സാമ്പത്തികപരമായ ചെറിയൊരു വീഴ്ച വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾ ഈ സഹായിക്കുന്നത് മൂലം അയാൾ നിങ്ങളുടെ ശത്രുവായി മാറുന്നു. നിങ്ങൾക്ക് ആ കൊടുത്ത സാമ്പത്തികം തിരിച്ച് കിട്ടാതെ വരുന്നു. നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നുമാണ് അത് വാങ്ങിക്കൊടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ധനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. നിങ്ങൾ ജാമ്യം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ആ സാമ്പത്തികം മുടക്കേണ്ട അവസ്ഥ. എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് പരമായി, അത് ബാങ്ക് പരമായിട്ടുള്ള ലോണുകൾ വരെ മുടങ്ങാനുള്ള സാധ്യത. സാമ്പത്തിക പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അതായത് എന്ത് കാര്യത്തിനും എടുത്തടിച്ച് സംസാരിക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളുടെ മാത്രം ശ്രദ്ധയിൽ ആ ഒരു കാര്യം മറുപടി പറയുകയും അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. എടുത്തു ചാടിയുള്ള പെരുമാറ്റവും സംസാരവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളിൽ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും വിജയിക്കുവാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ കാണുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ തങ്ങൾക്ക് മാർക്ക് ലഭിക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അവർ പഠിക്കുകയായിരിക്കും. എന്നാൽ അവർ ഒരു 95% മാർക്കിന് എക്സാം എഴുതിയെന്ന് കരുതി കാത്തിരിക്കുന്ന സമയത്തായിരിക്കും റിസൾട്ട് വരുമ്പോഴേക്കും അവർക്കത് 80-85% മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേർപെട്ട് താമസിക്കുന്ന ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ചേരുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വാങ്ങുക. വാഹന സംബന്ധമായ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാനസികപരമായി ചില പിരിമുറുക്കങ്ങൾ, ടെൻഷൻ കൂടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയം മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കുവാൻ വേണ്ടി മുന്നിൽ നിൽക്കും. എന്നാൽ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം വളരെ കൂടുതലായി കാണുന്നുണ്ട്. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും വളരെയധികം കരുതലോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് മറ്റ് ബന്ധുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടിയാണ്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വരുവാൻ സാധിക്കും. എന്നാൽ അവിടെ സാമ്പത്തികപരമായി ചെറിയൊരു പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നേത്ര രോഗങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ
കുറയുവാനും ഗുണഫലങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരുവാനും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമം തന്നെയായിരിക്കും. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വർഷത്തെ വിഷുഫലത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. കാരണം ഈ പറയുന്നതൊരു പൊതുഫലമാണ്. ഈ പൊതുഫലത്തിലെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴത്തെ സമയം നല്ലതായിരിക്കണം. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അതും നിങ്ങൾക്ക് ഗുണപരമായി വരണം. നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലും ഭാഗ്യസ്ഥാനങ്ങളിൽ നിന്നാൽ മാത്രമേ ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരികയും അല്ലാത്ത പക്ഷം ദോഷഫലങ്ങൾ കൂടുതലായി വരുവാനും സാധ്യതയുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ജാതകത്തിലെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജാതക ഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കാണുന്നതിന് വേണ്ടി എല്ലാ മാസത്തിലും അമ്പലത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേരും നാളും എന്താണ് ആവശ്യം അല്ലെങ്കിൽ എന്താണ് വിഷയം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ വരുന്ന എല്ലാ പേരുന്നാളും കൃത്യമായി അത് നോട്ട് ചെയ്യുകയും അതിനുവേണ്ടി മാസപൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം, ഒരു ഗുണഫലം, ഒരു ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലത്തിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. നിങ്ങൾക്ക് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചിലവുകൾ വളരെ കൂടുതലായി വേണ്ടിവരും. ഗ്രഹാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കുകൾ, പിരിഞ്ഞിരിക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബ ബന്ധുജനങ്ങൾ മുഖേന നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കലഹങ്ങൾ ഇല്ലാതാക്കുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുകയും അതിനുവേണ്ടി സാമ്പത്തികം ചിലവാക്കുകയും മുന്നിൽ നിൽക്കുവാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി സഹകരിക്കുക. വ്യാപാര വ്യവസായ മേഖലയിൽ, അതായത് ബിസിനസ് പരമായ പല കാര്യങ്ങളിലും ചില തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ ഇവയൊന്നും വരാതിരിക്കുവാൻ ആത്മാർത്ഥമായി വളരെ ശ്രദ്ധയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും വിജയം കാണുന്നത് വരെ പരിശ്രമിക്കുകയും എന്നാൽ വിജയം അവസാന ഘട്ടത്തിൽ ഉണ്ടാകുകയും അതിലൂടെ നേട്ടമുണ്ടാകാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗപരമായ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സാമ്പത്തികം ചിലവാക്കേണ്ടി വരുന്നു, സമയം ചിലവാക്കേണ്ടി വരുന്നു. വിദേശത്തുള്ള വ്യക്തികൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. തൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നം മൂലം ജോലി ലീവ് എടുത്ത് വരേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ വിഷയങ്ങൾ ആദ്യമേ പറഞ്ഞ് അതിന് ആരോഗ്യപരമായ എന്ത് വിഷയമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായി നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു വിജയം ഉണ്ടാകുവാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടുവാൻ സാധിക്കും. നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടി തന്നെ. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഈ കാര്യത്തിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചിലവ്, കൂടുതലും വിദ്യാർത്ഥികളായ സഹോദരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സാമ്പത്തികം മുടക്കേണ്ടി വരും. അല്ലെങ്കിൽ
അവരുടെയൊക്കെ ബിസിനസ്സിന് വേണ്ടി സാമ്പത്തികം മുടക്കേണ്ടി വരും, ജോലി സംബന്ധമായിട്ട് സാമ്പത്തികം മുടക്കേണ്ടി വരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധനം ചെലവാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഗുണപരമായ അനുഭവം, ലാഭം ഉണ്ടാകാൻ സാധ്യത, ലോട്ടറിയോ ചെറിയ നറുക്കെടുപ്പുകളിൽ നിങ്ങൾക്ക് ഒന്ന് സമ്മാനം ലഭിക്കുകയോ അല്ലെങ്കിൽ ചിട്ടികളോ കുറികളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറിയ രീതിയിലുള്ള സമ്മാനം ലഭിക്കുകയോ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. പ്രധാന തൊഴിലിൽ നിന്നും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യത. എന്നാൽ ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. കൂടാതെ ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റുക, രോഗദുഃഖങ്ങൾ എന്നിവ മൂലം നിങ്ങൾക്ക് ജോലിയിൽ ലീവ് എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ പുലർത്താതെ മുന്നോട്ട് പോകേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ബാധിക്കുന്നത് ആരോഗ്യപരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക, നിസ്സാരമായിട്ട് അതിനെ കാണാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള പ്രശ്നം വന്നാൽ കൂടി നിങ്ങൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്. കൂടുതലും ഈ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ വന്നു ചേരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പരമ്പരാഗതമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക നേട്ടം, അതായത് പലർക്കും അവരുടെ ആ ഒരു ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഭൂസ്വത്തിൽ നിന്നൊക്കെ ആദായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ചെറിയ തടസ്സം വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ചലനങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളുമായി ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു അപവാദം കേൾക്കാനോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടുവാനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിരുന്ന പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ പല മേഖലയിലും ഒന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കുടുംബങ്ങളോടൊത്ത് ഒരുമിച്ച് താമസിക്കുകയും അവരുമായിട്ട് വിനോദയാത്ര പോവുകയും അല്ലെങ്കിൽ ദൂരസ്ഥലം സന്ദർശിക്കുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മുഖാന്തരം ഉണ്ടാകാനായിരിക്കും കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വർക്കെടുത്താലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾക്ക് ദോഷപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ കൂടുതലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രുവിനെ മനസ്സിലാക്കുകയും അയാൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ സുഹൃത്ത് എന്ന് കരുതി നമ്മുടെ കൂടെ നിന്ന് കൊണ്ട് തന്നെ നമ്മളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറയുകയും നമ്മൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ സൂക്ഷിക്കുക. ഇനി ഒരിക്കൽ പോലും അവർ നമ്മളോട് സൗഹൃദം നടിച്ച് വന്നാൽ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു കുഴിയിലേക്ക് പോയി വീഴുക തന്നെ ചെയ്യും. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. പാലിക്കുവാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്നൊരു വാക്ക് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരിക്കും. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവർ ഒരുപാട് മാനസികപരമായി ദുഃഖം ഏർപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് സാമ്പത്തിക വിഷമങ്ങൾ ഈ ഒരു വർഷം ഒരുപാട് നേരിടേണ്ടി വരും. സന്തതികളുടെ, അതായത് നിങ്ങളുടെ സന്താനങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളെ ദുഃഖത്തിലാക്കുകയും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. സാമ്പത്തികം, വിവാഹം, അവരുടെ ക്യാരക്ടർ അനുസരണ ഇല്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പല പല വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് തടസ്സമാണ് കാണുന്നത്. വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ ഹോമോ നടത്തുക. ആരോഗ്യപരമായ കാര്യങ്ങളാണ് വളരെ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. കാരണം നമുക്ക് എന്ത് തന്നെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമോ നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിഷുഫലത്തിൽ ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക്
ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, അത് ഈ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് ജാതകത്തിലെ ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കുകയും നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ നിൽക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഗുണകരമായ അനുഭവങ്ങൾ, ഈ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജാതകം ഓൺലൈനിലൂടെ, അതായത് ജാതക ഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ജോലി ലഭിക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ, വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ, കുടുംബ പ്രശ്നം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാവരുടെയും പേരും നാളും ഉൾപ്പെടുത്തി അവരുടെ ആവശ്യവും കണക്കിലാക്കി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വലിയൊരു പൂജയാണ്. ആ പൂജയിൽ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി അത്രയെങ്കിലും ഒരു പ്രാർത്ഥനയിലെങ്കിലും ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പേരുന്നാളും ആ ഒരു വിഷയവും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ എല്ലാ മാസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ഒരു വിഷുഫലത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ കാണുന്ന ഗുണദോഷ പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധുജനങ്ങളുമായുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിക്കുകയും അതിലൂടെ ഒരുപാട് ഗുണങ്ങളും സഹായങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. പിതാവിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുകയും സാമ്പത്തിക ചിലവുണ്ടാകുകയും അപ്പോൾ പിതാവിൻ്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടി സമയം നിങ്ങൾ ചിലവാക്കേണ്ടി വരും. ധനപരമായി അത് ചിലവുകൾ വരും. നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ലീവെടുത്ത് നിന്ന് പിതാവിനെ സംരക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും ലീവെടുത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. പ്രതികൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച പല വ്യക്തികളും നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എതിരായി നിൽക്കുകയും നമുക്ക് എതിരെ സംസാരിക്കുകയും നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്നും തീർച്ചയായും മാറ്റി നിർത്തുക. ഇനി ഒരിക്കലും അവരുമായി ഒരു സൗഹൃദമോ ബന്ധമോ പുലർത്താതിരിക്കുക. കാരണം നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കാനുള്ള വ്യക്തി നമുക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അയാളെ നമ്മുടെ ജീവിതത്തിലെ സൗഹൃദത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ലാത്തത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ വിദേശയാത്രയിൽ പോവുക. അതായത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ശ്രമിച്ചിട്ട് നടക്കാതെ നമ്മളോട് തന്നെ വിളിച്ചിങ്ങനെ പറയാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വർഷം ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ മാറുകയും നിങ്ങൾക്ക് വിദേശയാത്ര നടത്തുവാനും സാധിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം വിനോദയാത്രയ്ക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്ക് വിനോദയാത്രയ്ക്ക് പോകുവാൻ സാധിക്കും. തുടർന്ന് തീർത്ഥയാത്ര ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് അഡ്മിഷൻ ലഭിക്കുക, അവർക്ക് പോയി പഠിക്കാനുള്ള ആ ഒരു അവസരങ്ങൾ ഉണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോകുവാനും സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. വാഹനം, വസ്തുക്കൾ എന്നിവ വാങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരല്പം സമയം മോശം തന്നെയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും വാങ്ങിയേ തീരൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഒരു വസ്തു വാങ്ങുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാസ്തു സംബന്ധമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക.
അത് കൃത്യമായി നോക്കിയതിന് ശേഷം വാങ്ങുക. വാഹനം വാങ്ങുന്ന വ്യക്തി അതുപോലെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അത് കൊള്ളാമെന്ന് നമ്മളെക്കാളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രം വാങ്ങുക. വീട് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ വാസ്തു സംബന്ധമായ കാര്യം കൃത്യമായി നോക്കുക, സാമ്പത്തികം നോക്കുക, വീട് നമ്മൾ പണി ചെയ്യാൻ കൊടുക്കുന്ന വ്യക്തി കൃത്യമായി നമുക്ക് പണി ചെയ്ത് തരുമോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ. കഴിയും എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് ഈ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. അതായത് വാഹന സംബന്ധമായ കാര്യങ്ങൾ, വസ്തു സംബന്ധമായ കാര്യങ്ങൾ, വീട് ഗൃഹസംബന്ധമായ കാര്യങ്ങൾ വാങ്ങുന്നതിലൊക്കെ ചെറിയൊരു കാലതാമസം എടുക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ലഹരി വസ്തുക്കൾ താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നൊരു വർഷമാണ്. വളരെയധികം സൂക്ഷിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗം കൂടുകയും അതിനായി പുതിയ വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു വഴിയിലേക്ക് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. കൃത്യമായ രീതിയിൽ വീട്ടുകാർ, അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ, വിദ്യാർത്ഥികളൊക്കെ ഉള്ളവർ ശ്രദ്ധാപൂർവം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. വിലപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ, നിങ്ങളുടെ പണം എന്നിവ നിങ്ങളുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോകുകയോ മോഷണം പോകുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് വരികയോ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം കയ്യിൽ കൊണ്ട് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൃഷി മേഖലയിൽ നല്ലൊരു നേട്ടവും ആ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവും അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ ഒരു വർഷം തന്നെയായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് ജോലി സംബന്ധമായ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ജോലിയിൽ വരുവാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ നിന്നുള്ള ഒരു നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനും ഈ ഒരു വർഷം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അവർക്ക് മറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മാറി ഇതിനേക്കാളും കൂടുതൽ സൗകര്യവും ശമ്പളവുമുള്ള മറ്റ് സ്ഥാപനങ്ങളിലോട്ട് പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രണയം വിജയിക്കുവാനും അത് നിങ്ങളെ അംഗീകരിക്കുവാനും വിവാഹത്തിൽ എത്തിച്ചേരുവാനും സാധിക്കുന്നൊരു വർഷം തന്നെയാണ്. വിവാഹം ആലോചിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക്, വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷകാലഘട്ടം വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ വിവാഹം നിശ്ചയത്തിലോട്ട് എത്തുകയോ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുകയോ എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടാതെ സന്താന ഗുണം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷവും അവരുടെ നല്ല പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് ആനന്ദവും ഉണ്ടാകുന്നൊരു വർഷം തന്നെയായിരിക്കും. മംഗളകരമായ കർമ്മങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളും അത് ലഭിക്കാതെ മാറിപ്പോകുകയാണ്. അപ്പോൾ അതിൽ വിഷമം വിചാരിക്കാതെ വീണ്ടും പരിശ്രമിക്കുക. കാരണം ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല, ഒരു രണ്ടാമത്തെ പ്രാവശ്യം ശ്രമിച്ചാൽ നടക്കും. വിദ്യാർത്ഥികളായാലും ശരി, നിങ്ങൾ നേടും വിജയിക്കുമെന്ന് കാത്തിരുന്ന പല സാഹചര്യങ്ങളിലും നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ ആ ഒരു സൗഖ്യത്തിൽ അവർക്ക് സൗഖ്യത്തിന് വേണ്ടി ധാരാളം ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷവും കൂടി തന്നെയായിരിക്കും. പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി വർക്ക് ചെയ്യേണ്ട, കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ വരാനും ദോഷപരമായ അനുഭവങ്ങൾ ഇല്ലാതെയാകുന്നതിനും വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിഷുഫലത്തിൽ ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന ഗുണപരമായ കാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശ അപഹാരം കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ നിൽക്കുന്നത്, ഇപ്പോഴത്തെ രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്തും കൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ, അത് ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ, ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷപരമായ കാര്യങ്ങൾക്ക് അതിന് ഒരു പ്രാർത്ഥന, നമ്മളൊരു പൂജ നടത്തുകയാണ്. നിത്യവും നമ്മളിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ കുടുംബപരമായ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, വിവാഹ സംബന്ധമായ പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആ വിഷയവും അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൃത്യമായി എല്ലാ മാസവും ഇതൊരു പൂജ നിങ്ങളുടെ പേരിൽ പൂജ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം അത് ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ മറുപടിയും തരുന്നുണ്ട്. നമ്മളൊരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് പൂജയിൽ പേരുൾപ്പെടുത്തിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നേട്ടം വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ ചോതി നക്ഷത്രത്തിൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം, അവരുടെ സഹായം മൂലം കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ബിസിനസ് സംബന്ധമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുവാനും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ അല്ലെങ്കിൽ പുതിയ വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യും. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സഹപാഠിയിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കുകയും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു തരികയും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പരീക്ഷയിൽ നല്ലൊരു മാർക്കോടുകൂടി മുന്നിൽ വരുവാനും സാധിക്കും. സൗഹൃദം കൊണ്ട്, സുഹൃത്തിനെ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന നിങ്ങളുടെ വസ്തു അല്ലെങ്കിൽ വീട് എന്നിവ നിങ്ങൾക്ക് തന്നെ തിരിച്ചു ലഭിക്കുവാനും അതിൻ്റെ കടബാധ്യതകൾ തീർക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വാസസ്ഥലം മാറി താമസിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഇഷ്ടസ്ഥലത്തേക്ക് താമസം മാറുകയും അവിടെ ജോലി ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷം തന്നെയാണ്. പണച്ചെലവിനുള്ള കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതാണ്. അത് അനാവശ്യമായി ചിലവുകൾ വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നീ തലത്തിൽ നിങ്ങൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. പരാജയം അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാകും, എനിക്ക് കിട്ടില്ല എന്നൊരു വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കോടുകൂടി നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. പുതിയതായിട്ടുള്ള ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിട്ടാൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സഞ്ചാര ക്ലേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയും അത് മതിയൊരോളം കഴിക്കുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ജീവിതത്തിൽ വരികയും ചെയ്യും. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന
ഒരു വർഷം തന്നെയാണ്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സന്താനങ്ങൾക്ക് ഉന്നത ഗുണം അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിൽ വളർന്നു വരുന്ന ഒരു ദിവസം തന്നെയാണ്. നേത്ര സംബന്ധമായ ചെറിയ രോഗങ്ങൾ നിങ്ങൾക്ക് വന്നുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുക. ആരോഗ്യപരമായിട്ട് എന്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും അതിന് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിലവുകൾ കൂടുകയും അതിനുവേണ്ടി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പരാക്രമശീലം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എടുത്തുചാടിയുള്ള പ്രവൃത്തി, എടുത്തുചാടിയുള്ള സംസാരം, മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുത്തി തീർക്കുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക, ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. കൂടാതെ ധൈര്യം ഒരല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ എടുത്തുചാടിയുള്ള പ്രവൃത്തി ചെയ്യുന്നത്. എന്നാൽ ആ ധൈര്യം കാണിക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിച്ചു കൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. അപ്പോൾ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കുക. ആരോഗ്യസ്ഥിതി ഒന്ന് മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശാരീരിക ഭംഗി കാത്തു സൂക്ഷിക്കുന്നതിൽ ധനച്ചെലവ് വളരെ കൂടുതലായി നടത്തുവാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. മാതാവിനോ അമ്മാവനോ അവരുടെ കയ്യിൽ നിന്നുള്ള സഹായം, അത് ധനലാഭം, ധനനേട്ടം വാങ്ങിക്കുകയും സന്തോഷത്തോടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം. അപ്പോൾ ഈ ഒരു വർഷകാലഘട്ടത്ത് ചോദ്യ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഈ ഒരു ഗുണഫലം അത് നിലനിൽക്കുവാനും ദോഷഫലങ്ങൾ കുറയുന്നതിനും വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിക്ക് പുഷ്പാഞ്ജലി അർപ്പിച്ച് ഹനുമാൻ സ്വാമിക്ക് ഹാരങ്ങൾ അർപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൂക്കൾ അർപ്പിക്കുക. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്കത് നേട്ടങ്ങളുണ്ടാകുകയും വിജയങ്ങളുണ്ടാകുകയും ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. വിഷുഫലത്തിൽ വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു വർഷത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ദിശാപഹാരങ്ങളും ഇപ്പോഴത്തെ ഗ്രഹപകർച്ചകളും, ഗ്രഹം മാറുകയാണ്, രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം, തുടർന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ ദശാപഹാരം, നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ലൊരു ഭാഗ്യാനുഭവം ജീവിതത്തിൽ ഉണ്ടാകുകയും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷപരമായ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും അതെന്താണ് പ്രശ്നമെന്നുള്ളതും കൂടി എഴുതി അറിയിക്കുക. നമ്മൾ മാസം തോറും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ആ കാര്യവും പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നുള്ളതും കൂടി എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടും എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി ഈ ഒരു വർഷം കാണുന്നുണ്ട്. ബന്ധുജന സഹായത്തോടു കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും.
വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾ അവർ ഈ ഒരു വർഷത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും അല്ലെങ്കിൽ വിജയിക്കുവാനും നല്ല രീതിയിലൊരു കുടുംബ ജീവിതം ഉണ്ടാകുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബജീവിതത്തിൽ നേട്ടങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെല്ലാം വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ജാതകം തന്നെയാണ്. കടങ്ങൾ വീട്ടുവാനും നിങ്ങൾ പണയം വച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ്. കടബാധ്യത ഏറെക്കുറെ കുറഞ്ഞു കിട്ടുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കതെല്ലാം വീട്ടുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബിസിനസ്സിൽ നേട്ടം, വിജയം, ധനലാഭം ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവരുടെ അംഗീകാരം മൂലം നിങ്ങൾക്ക് ഒരുപാട് മാനസികപരമായ സന്തോഷം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വാഹനത്തിനോ വീടിനോ ഇവ രണ്ടിനും ഉൾപ്പെടുന്ന അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ വേണ്ടി ധനം ചിലവാക്കേണ്ടി വരും. സഹപ്രവർത്തകർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവർ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങൾക്ക് വിജയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യവും കൈകാര്യം ചെയ്യുക. പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, അത് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. കാരണം നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു പുരുഷനാണ്, ആണാണ് ഒരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം സ്ത്രീകളുമായിട്ടുള്ള സംസാരം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ദോഷങ്ങളുണ്ടാകാൻ സാധ്യത. തിരിച്ച് ഒരു സ്ത്രീയാണ് പൊതുപ്രവർത്തന രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരും ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച് സംസാരിക്കുകയും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ധനപരമായ നേട്ടം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. വിനോദയാത്രകൾ പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ദൂരയാത്രയിലൂടെ നിങ്ങൾക്ക് ലാഭം കൈവരിക്കുവാൻ സാധിക്കും. വിനോദയാത്രയ്ക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വിനോദയാത്ര, തുടർന്ന് തീർത്ഥയാത്ര, ദൂരസ്ഥലം സന്ദർശിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളും സന്തോഷങ്ങളും നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂടെ നടന്ന് കള്ളത്തരം പറയുകയും നിങ്ങളെ അപമാനിക്കുകയും ചെയ്ത വ്യക്തി നിങ്ങളുടെ സുഹൃത്താണ് എന്ന് കരുതി നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിപ്പോൾ സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നമുക്ക് അതിജീവിക്കുവാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുകയുള്ളൂ. ധനലാഭം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. ചിലവ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു കഷ്ടത, നിസ്സാര കാര്യങ്ങൾക്ക് കഷ്ടത അനുഭവിക്കുന്ന ഒരു വർഷമാണ്. ജീവിതത്തിൽ എവിടെയൊക്കെ വീഴ്ചകൾ വന്നാലും സ്ഥാനചലനങ്ങൾ വന്നാലും ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരികയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വർഷമായിരിക്കും. ഈയൊരു വർഷത്തെ ദോഷഫലങ്ങൾ മാറുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈയൊരു വർഷത്തെ വിഷുഫലത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ
അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിലെ ദശ, അപഹാരം, ഓരോ ഗ്രഹങ്ങളും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, ഇവയെല്ലാം മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. മറുപടി വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷപരമായ അനുഭവം, അല്ലെങ്കിൽ ജോലി നടക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, വിദ്യാഭ്യാസത്തിൽ തടസ്സം, ബിസിനസ്സിൽ പരാജയം എന്നിങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളതും കൂടി ഒന്ന് എഴുതി അയയ്ക്കുക. കാരണം എല്ലാ മാസവും നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നമ്മൾ ഈ പേരെന്നാണ് ഉൾപ്പെടുത്തി എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നേട്ടങ്ങൾ, വിജയങ്ങൾ, അംഗീകാരങ്ങൾ, അതായത് നമുക്ക് കിട്ടാനുള്ള ആ ഒരു ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഒരുപാട് ആൾക്കാർ നമുക്ക് തിരിച്ച് മറുപടി നൽകുന്നുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങിയ ശേഷം ചെറിയ രീതിയിലുള്ളൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ വന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ദോഷങ്ങൾ മാറുവാൻ സാധ്യതയുണ്ട്. നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായി പൂജയിൽ നിങ്ങളുടെ പേരെന്താണ് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഈ ഒരു വർഷത്തെ വിഷുഫലത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത യാത്രകൾ വേണ്ടിവരും. എന്നാൽ ആ യാത്രയിൽ നേട്ടങ്ങൾ, വിജയങ്ങൾ, ധനലാഭവും കൈവരിക്കുവാൻ സാധിക്കും. മാനസിക സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തടസ്സങ്ങൾ മാറിക്കിട്ടി കാര്യങ്ങൾ നിങ്ങളിറങ്ങുന്ന കാര്യങ്ങൾ പുരോഗതിയിലോട്ട് എത്തിച്ചേരുവാനും സാധിക്കും. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഗ്രഹം നിർമ്മിക്കുന്നതിന് വേണ്ടിയോ ധനം ചിലവാക്കുകയും ആ ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുകയും ചെയ്യും. പുതിയ ഗ്രഹം നിർമ്മിക്കുവാനോ വാങ്ങുവാനോ സാധിക്കും. ബിസിനസ്സിൽ പണച്ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ലാഭം വരുന്നതനുസരിച്ച് ചിലവുകളും കൂടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ സന്തതികളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ദൂരെ യാത്ര പോകുവാനും അതിൽ മനസ്സന്തോഷം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ത്വക്കുപരമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ അലർജി സംബന്ധമായ വിഷയങ്ങൾ എന്നിവ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ജാതകം തന്നെയാണ്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിൽ കാലതാമസം എടുക്കും എന്നാണ് നിഗമനം. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സന്താനങ്ങളുടെ രോഗാവസ്ഥയിൽ ഒരുപാട് മനസ്സിന് വിഷമം നൽകുക തന്നെ ചെയ്യും. കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, അംഗീകാരം, വിജയം എല്ലാം ഉണ്ടാകുന്ന മനോഹരമായൊരു വർഷം തന്നെയാണ്. വസ്തു സംബന്ധമായി നിന്നിരുന്ന പ്രശ്നങ്ങൾ മാറുകയും ധനലാഭം ഉണ്ടാകുകയും ചെയ്യുന്നൊരു വർഷം. തൊഴിലിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നമ്മളുടെ മടി, അലസത മൂലമാണ് പല കാര്യങ്ങളും ഉന്നതിയിലെത്താതെ പോകുന്നത്. ജോലിയിൽ ആഗ്രഹിച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. പണമിടപാടുകളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അപവാദങ്ങളും കേൾക്കുവാനോ അപമാനിക്കപ്പെടുവാനോ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരും. അതിനുവേണ്ടി നിങ്ങൾ യാത്രകൾ ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, ധനം മുടക്കുക. എന്നാൽ അവസാനം നേട്ടമുണ്ടാകുക തന്നെ ചെയ്യും. ജോലി സംബന്ധമായ നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ
നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പ്രണയ പരാജയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് പ്രണയപരാജയമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കപ്പെടുകയോ നിങ്ങളെ പറ്റിക്കുകയോ ഇതിനുള്ള ചാൻസ് എല്ലാം കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു അനുഭവം ജീവിതത്തിൽ വരും എന്നുറപ്പുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. പറ്റിക്കുന്ന ആളിനേക്കാളും പറ്റിക്കപ്പെടുന്ന ആളിനാണ് കൂടുതൽ ദുഃഖം. കൂടാതെ അങ്ങനെ നമ്മളൊരാളിൻ്റെ മുന്നിൽ വിഡ്ഢിയാവാൻ നിന്നു കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക, നിങ്ങളെ പറ്റിക്കുവാൻ എതിരാളികൾ കാത്തിരിക്കുകയാണ്. എന്നാൽ കുടുംബജീവിതത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നൊരു വർഷമാണ്. വളരെ ശ്രദ്ധാപൂർവം ആ കാര്യവും കൈകാര്യം ചെയ്യുക. കാരണം കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുക, അകന്ന് താമസിക്കുക, അവർ തമ്മിൽ യോജിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലാണ്. സൂക്ഷിക്കുക. വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്തിൽ പോയി പഠിക്കുവാനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവയിലെല്ലാം നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടി വളരെ അധികം കഠിനാധ്വാനവും ചെയ്യേണ്ടി തന്നെ വരും. എന്നാൽ നമുക്ക് നേട്ടമുണ്ടാകും, വിജയമുണ്ടാകും, ധനലാഭമുണ്ടാകും, ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവിയെ പൂജിക്കുക. ലക്ഷ്മി ദേവിക്ക് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ദേവിയുടെ നാമങ്ങളൊക്കെ ജപിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിഷുഫലത്തിൽ തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ വീഡിയോയിൽ പറയുന്ന ഗുണപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വർഷം തന്നെ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനെല്ലാം പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുക തന്നെ ചെയ്യും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷകരമായ അനുഭവങ്ങൾ, അതായത് നിങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ട്, കടബാധ്യത എന്നീ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് പ്രശ്നം എന്നുള്ളതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം മാസത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നമ്മൾ എന്താണ് വിഷയമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം, അതായത് ഒരു ചെറിയൊരു സഹായം ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേരും നാളും കൃത്യമായി രേഖപ്പെടുത്തുക, വിഷയവും കൂടി രേഖപ്പെടുത്തുക. വിഷുഫലത്തിൽ തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. ഉദ്യോഗ കയറ്റം ഉണ്ടാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അംഗീകാരം, ബഹുമാനം എന്നിവ വന്നു ചേരും.
സഹോദരങ്ങൾക്ക് ഉയർച്ചയും നേട്ടവും ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. പണമിടപാടുകൾ കൃത്യത പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. സാധിച്ചെടുക്കുവാൻ വിഷമം എന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അകന്നു നിന്ന കുടുംബാംഗങ്ങൾ ഒരുമിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗങ്ങളിൽ എല്ലാം നേട്ടവും അംഗീകാരവും ലഭിക്കുന്ന ഒരു വർഷം. സ്ഥാനമാറ്റം അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായി കാണുന്നൊരു വർഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. ദൂരയാത്രകൾ ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും, നേട്ടങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. പ്രണയബന്ധങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. അതിലൂടെ നേട്ടങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. കുടുംബജീവിതത്തിലും അതുപോലെയുള്ള സന്തോഷവും സമാധാനവും കൈവരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ഈ ഒരു കൊല്ലം തന്നെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പ്രവർത്തന രംഗത്ത് ഉയർച്ചയും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അകന്നു നിന്ന ബന്ധുക്കൾ ഒന്നിക്കുവാൻ സാധ്യതയുണ്ട്. പഠന നിലവാരം ഉയരുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ തടസ്സങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നു. വിദേശത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുവാനും സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ വീടുകളിൽ നിന്നും ധനസഹായം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിന് ഭാര്യയുടെ വീട്ടിൽ നിന്നും ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷം. സന്തോഷമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നൊരു വർഷം. സർവ വസ്തുക്കളും നിങ്ങൾ ജീവിതത്തിൽ വരുന്ന ഏത് മേഖലയിൽ നിന്നാലും സർവ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. എത്ര തന്നെ നേട്ടങ്ങളും വിജയങ്ങളും വന്നാലും അപകീർത്തി വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. മാനഹാനി വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നിങ്ങളെ അപമാനിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. ഈ വ്യക്തികൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വലിയ പേടിയായിരിക്കും. പിതാവിൽ നിന്നോ ഗുരുജനങ്ങളിൽ നിന്നോ ഉപദേശവും ധനലാഭവും നേടുവാൻ സാധിക്കും. ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും വിജയത്തിൽ എത്തിച്ചേരുകയും ധനലാഭം ഉണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കും. എന്നാൽ വാഹന സംബന്ധമായി ഒരു നഷ്ടം കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ കാര്യങ്ങളും മാറ്റി വാങ്ങുന്നതിനും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും. കലാപരമായ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടം, വിജയം, അംഗീകാരം, ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. കഴിവുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അംഗീകാരം ഇവിടെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അലസത മാറ്റിവെച്ച് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. ഓർമ്മക്കുറവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓർമ്മക്കുറവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഒരു സാധനം പല വിലപിടിപ്പുള്ള സാധനങ്ങൾ, രേഖകൾ, സ്വർണം, പണം ഇവ മറന്നു പോകുക, കളഞ്ഞു പോകുക, മറ്റാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവരെയും വ്യക്തികളെയും നമ്മൾ നിന്നും വിട്ട് പോകാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്.
നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച പലരും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറുന്നത്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നതും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം ദോഷകരമായി മാറും. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്തു തീർക്കുക. അതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്താൽ മാത്രമേ നേട്ടമുണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറയുന്നതിനും വേണ്ടി നമ്മൾ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്വാമിക്ക് വഴിപാടുകളെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.